നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ നടന്ന ഇഡി റെയ്ഡിനു പിന്നാലെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ വകവരുത്താൻ നോക്കുകയും അത് തടയിടാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾക്ക് കോടതിയിൽ നിന്നും കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും യൂണിവേഴ്സിറ്റി യൂണിയൻ മുൻ ചെയർമാനുമായ വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷ കോടതി അതീവ ഗൌരവത്തോടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി താനിയ മറിയം ജോസ് ആണ് പ്രതിക്ക് ജാമ്യം നിഷേധിച്ചത്. ഈ കമ്മ്യൂണിസ്റ്റ് ക്രിമിനലുകൾ വിചാരിച്ചത് എന്താണ്? ക്യാമ്പസുകളിൽ സാധാരണക്കാരായ പാവം വിദ്യാർത്ഥികളെ തല്ലി ഒതുക്കുന്നത് പോലെയോ റോഡിൽ പോലീസിന് നേരെ വടിയും കല്ലും എറിയുന്നത് പോലെയോ ഉള്ള ഒരു സാധാരണ രാഷ്ട്രീയ സമരാഭാസമാണ് ഇതെന്ന് അവർ കരുതിയോ? രാജ്യത്തെ കള്ളപ്പണ അഴിമതി അന്വേഷിക്കാൻ വന്ന കേന്ദ്ര ഏജൻസിയുടെ സഞ്ചരിച്ച വാഹനങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് തല്ലിപ്പൊളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഈ ഒരു ഗുണ്ടായുസത്തിന് നിയമം അതിന്റെ പരമാവധി ശിക്ഷ തന്നെ നൽകും എന്നതിന്റെ തെളിവാണ് ഈ ഒരു കോടതി വിധി. കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി വിജയ് വിമലും അദ്ദേഹത്തിന്റെ പ്രതിഭാഗം വക്കീലും ഉന്നയിച്ച വാദങ്ങൾ കേട്ടാൽ ചിരി വരും. സംഘർഷം നടക്കുന്ന സമയത്ത് വിജയ് വിമൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രധാന വാദം. സ്വന്തം വീട്ടിൽ നിന്നും പോലീസ് പൊക്കിയപ്പോൾ തുടങ്ങിയ ആ കള്ളക്കളി പക്ഷേ പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി പൊളിച്ചടുക്കി. വിജയ് വിമൽ ആ സംഘർഷ മേഖലയിൽ കൃത്യമായി ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും ടവർ ലൊക്കേഷനുകളും പ്രോസിക്യൂട്ടർ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി. ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച CPM അണികളെ തടയാൻ നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിജയ് വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പരിക്കേൽപ്പിച്ച പ്രതിക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി പൂർണ്ണമായും അംഗീകരിക്കുകയായിരുന്നു. സ്വകാര്യ വാഹനമായതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല, അറസ്റ്റ് ചട്ടങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയുള്ള പ്രതിഭാഗത്തിന്റെ തൊടുന്യായങ്ങളെല്ലാം മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കളഞ്ഞു. ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ജഡ്ജി താനിയ മറിയം ജോസ് നടത്തിയ നിരീക്ഷണങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത്തരം അതീവ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവർക്ക് ജാമ്യം അനുവദിച്ചാൽ അത് സമൂഹത്തിൽ വളരെ തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നും വരും തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് സമാനമായ അക്രമ പ്രവൃത്തികൾ ചെയ്യാൻ അത് വലിയ തോതിൽ ഉത്സാഹം ഉണ്ടാക്കുമെന്നും കോടതി തന്റെ ഉത്തരവിൽ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പഠിക്കേണ്ട പ്രായത്തിൽ വലിയ നേതാക്കന്മാരുടെ അഴിമതിക്ക് കാവൽ നിൽക്കാനും കേന്ദ്ര ഏജൻസിയെ കല്ലെറിയാനും പോകുന്ന ചെറുപ്പക്കാർക്കുള്ള കനത്ത മുന്നറിയിപ്പാണിത്. അന്വേഷണ ഏജൻസിക്ക് നേരെ കല്ലും ഇഷ്ടികയും വടിയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് അതീവ ഗുരുതരമായ സാഹചര്യമാണെന്ന് കോടതി മുൻപും നിരീക്ഷിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ട ബാക്കി CPM പ്രവർത്തകരുടെ ജാമ്യവും കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വിപ്ലവ സിംഹമായി നടന്ന ജില്ലാ പ്രസിഡന്റും നേരെ പൂജപ്പുര ജയിലിലേക്ക് വണ്ടി കയറിയിരിക്കുന്നത്. പോലീസിനെ സ്വാധീനിച്ചോ റിമാൻഡ് റിപ്പോർട്ടിൽ പഴുതുകൾ ഉണ്ടാക്കിയോ ജാമ്യത്തിൽ ഇറങ്ങാമെന്ന വിജയ് വിമലിന്റെ മോഹങ്ങൾക്കാണ് കോടതി പൂട്ടുവെച്ചിരിക്കുന്നത്. കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി വിജയ് വിമലും അദ്ദേഹത്തിന്റെ പ്രതിഭാഗം വക്കീലും ഉന്നയിച്ച വാദങ്ങൾ കേട്ടാൽ ചിരി വരും. സംഘർഷം നടക്കുന്ന സമയത്ത് വിജയ് വിമൽ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അവരുടെ പ്രധാന വാദം. സ്വന്തം വീട്ടിൽ നിന്ന് പോലീസ് പൊക്കിയപ്പോൾ തുടങ്ങിയ ആ കള്ളക്കളി പക്ഷേ പ്രോസിക്യൂഷൻ കോടതിയിൽ കൃത്യമായി പൊളിച്ചടുക്കി. വിജയ് വിമൽ ആ സംഘർഷ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും പ്രോസിക്യൂട്ടർ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി. ഇവിടെയാണ് SFI നേതാക്കൾക്ക് പറ്റിയ അമളി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണമില്ലാതെ അധികാരം കൈവിട്ടു പോയ പിണറായി വിജയന് ഈ കാര്യത്തിൽ തങ്ങളെ ഇനി പുറത്തിറക്കാൻ കഴിയില്ലെന്ന് ഈ വിവരദോഷികളായ നേതാക്കൾക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. സ്വന്തം മകളുടെ അഴിമതി മൂടിവെക്കാൻ വേണ്ടി പാർട്ടിയിലെ പാവപ്പെട്ട യുവാക്കളെ പ്രകോപിപ്പിച്ച് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലാക്കി എന്ന നാണംകെട്ട ഒരു പൊൻതൂവൽ കൂടിയാണ് ഇതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കിട്ടിയിരിക്കുന്നത്. സ്വന്തം അണികളുടെ ഭാവി തകർത്തുകൊണ്ട് പിണറായി വിജയൻ സുരക്ഷിതനായി മാറുമ്പോൾ അകത്തായ ഈ യുവാക്കളുടെ ഭാവി ഇനി ഇഡി തന്നെയാണ് തീരുമാനിക്കുക. പ്രതികൾ ഇനി ജില്ലാ കോടതിയെ സമീപിച്ചാൽ കേസിൽ നേരിട്ട് കക്ഷി ചേരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. വഞ്ചിയൂർ കോടതിയിലെത്തിയ ഇഡി ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ എല്ലാ രേഖകളും ശേഖരിച്ചു കഴിഞ്ഞു. ഈ വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒളിവിലുള്ള മറ്റു 10 CPM പ്രതികളെ കൂടി ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി കേസ് അന്വേഷിക്കാൻ വന്ന ഇഡിയുടെ വാഹനം തല്ലിപ്പൊളിച്ചാൽ കേസ് ഇല്ലാതാകുമെന്ന് വിചാരിച്ച കമ്മ്യൂണിസ്റ്റ് ബുദ്ധിശൂന്യതയ്ക്കുള്ള മറുപടിയാണിത്. നേതാക്കൾ AC മുറിയിൽ ഇരുന്ന് ആഹ്വാനം നൽകിയപ്പോൾ തെരുവിൽ ഗുണ്ടായിസം കാണിക്കാൻ പോയ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമൽ ഇനി ജയിലിൽ കിടന്ന നിയമം പഠിക്കട്ടെ. ഇത്തരം ക്രിമിനലുകളെ ജയിലിൽ തന്നെ അടച്ചിട്ട് നിയമവ്യവസ്ഥയുടെ കരുത്തു കാണിച്ച
കോടതി വിധിക്ക് മലയാളി കൈയടിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ നോക്കുകയും അത് തടഞ്ഞ പോലീസുകാരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്ത കേസിൽ SFI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി അതീവ സ്വാഗതാർഹമാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ സ്വന്തം സഹപാഠികളെ തല്ലുന്നത് പോലെയുള്ള ഒരു സാധാരണ സമരമാണിതെന്ന് വിചാരിച്ച വിജയ് വിമലിന്റെ കള്ളത്തരങ്ങൾ പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളോടെ കോടതിയിൽ പൊളിച്ചെടുക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് താൻ ഉണ്ടായിരുന്നില്ല എന്ന് കള്ളം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് തെളിവ് സഹിതം ഇനി ജയിലിൽ കിടക്കട്ടെ. ഇത്തരം ക്രിമിനലുകൾക്ക് ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന കോടതിയുടെ നിരീക്ഷണം കമ്മ്യൂണിസ്റ്റ് ഗുണ്ടാരാഷ്ട്രീയത്തിന്റെ നെഞ്ചത്തേറ്റ കനത്ത പ്രഹരമാണ്.